നമസ്കാരം. രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി ഇന്ന് ഒരു പ്രസ്താവന ഞാൻ പത്രത്തിൽ വായിച്ചു. ഇനി കണ്ടെത്തേണ്ടത് കാരണഭൂതനെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചന കണ്ടെത്തണം എന്നൊക്കെ ഇയാൾ വാചകമടിക്കുന്നുമുണ്ട് ആ വാർത്തയിൽ. ഒരു ചെറിയ വാർത്തയാണ് ഞാനൊരു പത്രത്തിൽ വായിച്ചത്. സത്യത്തിൽ രമേശ് ചെന്നിത്തല, മിസ്റ്റർ രമേശ് ചെന്നിത്തല, താങ്കളോട് കേരളത്തിലെ ജനതയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. കാരണം താങ്കൾ ഒന്നാം പിണറായി സർക്കാരിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് പല കേസുകളും ഇടപെടുകയും അതിനെല്ലാം പിന്നോക്കം പോകാനും പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കന് ചെയ്യേണ്ടി വന്നു എന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ താങ്കളോടൊപ്പം ഒരു നല്ല പ്രസ്ഥാനം ഇല്ലായിരുന്നത് കൊണ്ട് താങ്കൾക്ക് ആ തവണ വിജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യമുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കാരണഭൂതൻ ഇപ്പോഴുമുണ്ട്. ആ കാരണഭൂതനെ കണ്ടെത്തണം. ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട കാരണഭൂതൻ അയാളാണ് എന്നൊക്കെ പറയുന്നു. ആരെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കറിയാം, കേരള ജനത്തിനറിയാം. ഈ കാരണഭൂതനെന്ന് കേരളം വിളിക്കുന്നതും ആരെയാണ് നമുക്കറിയാം. താങ്കൾ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്നതും വ്യക്തമായിട്ട് അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടാൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ താങ്കൾ എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് അവിടെ അന്വേഷണം നിർത്തിവെച്ചത്? ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ആണ് ഈ പ്രതികളെ ഇത്രയും സധൈര്യം വളരെ സാഹസികമായി പോലീസ് പിടികൂടിയത്. അഭിനന്ദിക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ചിട്ട് കേരളത്തിൽ കണ്ട ഏറ്റവും മികച്ച ഒരു മന്ത്രി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കാരണം ഈ ഒരൊറ്റ കേസിൽ, ധാരാളം ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ കേസിൽ CPM-നെ മുട്ടുവിറപ്പിക്കുന്ന ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ വധം എന്ന് പറയുന്നത്. അതിൽ CPM-കാരായ നേതാക്കന്മാരുൾപ്പെടെ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പല നേതാക്കളെയും ഇപ്പോൾ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ഈ പ്രതികളെ ധൈര്യപൂർവ്വം യഥാർത്ഥ പ്രതികളെ, ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളെ അല്ല, യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തിരുവഞ്ചൂർ കാണിച്ച ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യ ആ ഒരു ആർജവമുണ്ടല്ലോ, ആ ആർജവം താങ്കൾക്ക് ഇവിടെ പോയി. താങ്കൾ ഇന്നും ആ പ്രസ്താവനയിൽ പറയുന്നത് കേട്ടു. എന്താണ് താങ്കൾ പറഞ്ഞത്? താങ്കൾ പറയുന്നത് പിന്നെ CDR കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടിയിട്ടില്ല, CDR കിട്ടിയിട്ടില്ല. ഇവര് പിന്നെ ഈ ടെലിഫോൺ പിന്നെ കമ്പനികളൊന്നും എത്ര ചോദിച്ചിട്ടാണ് CDR തന്നില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കും? ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു താങ്കൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത് നാണക്കേടല്ലേ മിസ്റ്റർ രമേശ് ചെന്നിത്തല? താങ്കൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറി കത്തയച്ചിട്ട് പോലും ഈ സ്വകാര്യ പിന്നെ ഫോൺ കമ്പനികൾ കോൾ ഡേറ്റ റെക്കോർഡ് തന്നില്ല എന്നാണ് പറയുന്നത്. നാണക്കേടില്ലേ നിങ്ങൾ അധികാരത്തിലിരുന്ന ഒരാളാണെന്ന് പറയാൻ? അന്ന് BSNL അല്ലേ ഏറ്റവും കൂടുതൽ പിന്നെ സജീവമായിരുന്ന ഈ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ BSNL എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ? ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞിട്ട്? വേണ്ട, BSNL അല്ല, ഒരു പ്രൈവറ്റ് സംഘടന ഐഡിയയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഫോൺ കമ്പനി ആയിരുന്നാൽ പോലും, പ്രൊവൈഡർമാരായിരുന്നാൽ പോലും, അവരോട് നിങ്ങളുടെ ഗവൺമെന്റ് ചോദിച്ചിട്ട് പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറി കത്തയച്ച് വേണമെന്ന് ചോദിച്ചിട്ടും തന്നില്ല എന്ന് പറയുന്നത് ഇത് ആരെ പൊട്ടനാക്കാനാണ്? കേരള ജനതയെ പൊട്ടനാക്കാനാണോ? എന്തായിരുന്നു താങ്കൾക്ക് ഈ P. മോഹനനെ അറസ്റ്റ് ചെയ്തപ്പോൾ താങ്കൾക്ക് വേദനിച്ചത്? P. മോഹനെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ അവിടെ കൊണ്ടുവന്ന് ഈ TP അന്വേഷണ ഗൂഢാലോചന നിർത്തിയത്. ആ P. മോഹനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ CPM നേതാക്കന്മാരുമായിട്ട് താങ്കൾ ഇപ്പോൾ പറയുന്ന കാരണഭൂതനുമായിട്ട് താങ്കൾക്കുണ്ടായിരുന്ന അന്തർധാര എന്തായിരുന്നു? കേരള ജനതയോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ വരുന്നു തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ TP ചന്ദ്രശേഖരൻ വധം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടും, പ്രത്യേകിച്ച് വടകരയിൽ. അപ്പോൾ താങ്കളുടെ മുരളീധരൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താങ്കൾ അവിടെ പോയി പ്രചരണം നടത്തുമ്പോൾ താങ്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോൾ ഡേറ്റ റെക്കോർഡ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല താങ്കളുടെ വകുപ്പിന് എന്ന് ചോദിക്കണം. ജനത്തിന് കയറാൻ കഴിയാത്ത മലയ്ക്ക് മുകളിൽ പിന്നെ കയറിയിരുന്ന് ഒളിച്ചിരുന്നവരെ വളരെ സാഹസികമായിട്ട് പെരുമഴയത്ത് നനഞ്ഞ് പിന്നെ മഴവും കോടാലിയും കൊണ്ടുപോയി തൊഴിലാളികളെ പോലെ പോയി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ധീര പ്രവൃത്തി ഉണ്ടല്ലോ തിരുവഞ്ചൂരിന്റെ കാലത്ത്, താങ്കൾ കണ്ടു പഠിക്കണം.
എന്നിട്ട് വാചകമടിക്കണം. കേട്ടോ മിസ്റ്റർ രമേശ് ചെന്നിത്തല?